പേപ്പർ ഉണ്ടോ? അല്ലാതെ എന്തറിയാം? നല്ല കാര്യം. ഇന്നത്തെ ദിവസം ലോക ആരോഗ്യ ദിനം. ഇത് ആരാണ് തീരുമാനിച്ചത്? ഈ ഡേറ്റ് ഇന്നത്തെ ദിവസം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം തീരുമാനിക്കുന്നത് ഇന്ത്യ അല്ല, ഹോൾ വേൾഡ് ആണ്. മനസ്സിലായി? വേൾഡ് ഹെൽത്ത് ഡേ അല്ലേ? ഇപ്പൊ WHO എന്ന് പറയുന്ന സ്ഥാപനം വർഷത്തിൽ ഒരു ദിവസത്തിന് ഇങ്ങനെ ഒരു പേര് കൊടുത്തു. എല്ലാ ദിവസവും നമ്മൾ ആരോഗ്യമായിട്ടിരിക്കണം. പക്ഷെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ആരോഗ്യത്തിനെ പറ്റി ക്ലാസ് എടുത്ത് കൂടുതൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തേണ്ട ഒരു ദിവസമായിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഞാൻ ആദ്യം എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ പീഡിയാട്രിഷ്യൻ ആണ്. പീഡിയാട്രിഷ്യൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഡോക്ടർ. മനസ്സിലായല്ലോ? മുമ്പ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തൈക്കാട് ആശുപത്രിയിലാണ് ഞാൻ താമസിക്കുന്നതിന് തൊട്ടടുത്ത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് ലോക ആരോഗ്യ ദിനം. ആരോഗ്യം എങ്ങനെ നിലനിർത്താം എന്നുള്ളതാണ് ഞാൻ ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അസുഖം കൊണ്ട് വയ്യാതായിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വരാതെ നോക്കുക. അതിനുവേണ്ടി നമ്മുടെ ആരോഗ്യത്തിനെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നിലനിർത്തി പോവാം. ഓക്കെ, അപ്പോ ഓരോ വർഷവും ഈ WHO എന്ന് പറയുന്ന സ്ഥാപനം ഒരു വർഷത്തിന് ഒരു തീം ഇറക്കും. ഓക്കെ, ഈ വർഷം ലോക ആരോഗ്യ ദിനത്തിന് ഇതാണ് നമ്മുടെ മെസ്സേജ് എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്ന മെസ്സേജ് ഇതാണ്. ആ ഒരു സെന്റൻസ് മാത്രം ഓർത്തിരുന്നാൽ നല്ലത്. ഹെൽത്തി ബിഗിനിങ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. അതാണ് ഈ വർഷം 2025 തീം. ഓക്കെ, ഹെൽത്തി ബിഗിനിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങളാണ്. പടത്തിലും കാണാൻ ഒരു കൊച്ചിനെയാണ് പൊക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ലോകത്തിന് നല്ല ആരോഗ്യം വേണമെങ്കിൽ കുട്ടികൾ ആരോഗ്യപരമായി ജീവിക്കണം. അതാണ് അതിന്റെ തീം. ബിഗിനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടക്കം അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളായി തുടങ്ങുന്നു. അപ്പൊ കുട്ടിക്കാലം നന്നായാൽ മാത്രമേ ലോകം മുഴുവൻ ഹെൽത്തി ആവുള്ളൂ. നിങ്ങളാണ് ആപ്റ്റ് ക്രൗഡ്. നിങ്ങളെയാണ് ഇതൊക്കെ പഠിപ്പിക്കേണ്ടത്. ഐഡിയലി കൂടെ അച്ഛനമ്മമാരും കൂടെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ പഠിപ്പിച്ച് അവരുടെ വീട്ടിൽ പോയി ഇതേ കാര്യം നിങ്ങളെ പിന്നെയും പിന്നെയും പറഞ്ഞു തന്നാൽ അത്രയും നല്ലത്. എന്നാലും ടാർഗറ്റ് ഓഡിയൻസ് എപ്പോഴും കുഞ്ഞുങ്ങളാണ്. നിങ്ങളുടെ ആരോഗ്യം നന്നായാൽ ലോകത്തിന്റെ ആരോഗ്യം നന്നാവും. ഓക്കെ ഓക്കെ, അപ്പൊ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അസുഖമോ മരുന്നോ കുത്തിവെപ്പോ അല്ല. അസുഖം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു മണിക്കൂർ ഇല്ല, അരമുക്കാൽ മണിക്കൂർ അത്രേ ഉള്ളൂ. അതിൽ ഞാൻ 4 കാര്യങ്ങളാണ് ടച്ച് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ശുചിത്വം, വ്യക്തി ശുചിത്വം അഥവാ പേഴ്സണൽ ഹൈജീൻ. അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള കുറച്ച് സ്ലൈഡ്. അടുത്ത എന്തുവാ വായിച്ചേ? പറഞ്ഞാൽ എന്താ ആഹാരം കഴിക്കണം, എങ്ങനെ കഴിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. താഴത്തെ പടം എന്താ കാണിക്കുന്നത്? എക്സർസൈസ്. ഓക്കെ, ഈ 3 സാധനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ആഹാരം നല്ലതായിരിക്കണം, നമ്മുടെ വ്യക്തി ശുചിത്വം നന്നായിരിക്കണം. അതിനുവേണ്ടി കൂടെയുള്ള എക്സസൈസും കൂടെ ഉണ്ടെങ്കിൽ ഈ ലാസ്റ്റ് പാർട്ട് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാതെ വരും. ഈ 3 സാധനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അസുഖമില്ലാതെ ജീവിക്കാൻ പറ്റും. അതുകൂടാതെ ലാസ്റ്റ് ഉള്ളതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കുറവെന്ന് വേണേൽ പറയാം. റെഗുലർ ആയിട്ട് ഒരു ഡോക്ടറിലേക്ക് ചെക്കപ്പിന് പോവാം. അത് അസുഖം വരുമ്പോൾ എന്നുള്ളതല്ല. നമ്മൾ ആരും അസുഖത്തിനെ പറ്റി ഇവിടെ സംസാരിക്കുന്നില്ല. ആരോഗ്യപരമായിട്ട് എങ്ങനെ ഇരിക്കാമെന്ന് മാത്രമേ സംസാരിക്കണം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് പഠനം വ്യക്തി ശുചിത്വത്തിന്റെ കുട്ടികൾക്ക് നമ്മൾ